ഹലോ കൂട്ടുകാരെ, ഏതോ ജന്മകൽപ്പനയിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ശ്രുതിയെ പിന്നെ വീണ്ടും പണങ്ങി പോവാണ്. അശ്വിനോട് വീണ്ടും ദേഷ്യപ്പെട്ട് പോവാണ്. ദേഷ്യപ്പെട്ടിട്ടല്ല, അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവൾക്ക് എല്ലാവരുടെയും ഇതും കേട്ടിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ വീണ്ടും പോകുന്നുണ്ട്. വീണ്ടും അവളെ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. അശ്വിനാണെങ്കിൽ അവളെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അശ്വിൻ വീണ്ടും തിരഞ്ഞു വരുന്നുണ്ട്. അശ്വിനോട് പറയുന്നുണ്ട് ശ്രുതി ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ നീ എവിടെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അമ്മായിയുടെ അടുത്താണ്, അമ്മായിക്ക് തീരെ വയ്യാഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അശ്വിൻ വന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിക്കുമ്പോൾ ശ്രുതിയോട് തുറക്കാൻ പറയുന്നുണ്ട്. ഞാൻ ഡോക്ടറെ കൊണ്ടാണ് വന്നിട്ട് തുറക്ക് ശ്രുതി, അമ്മായിക്ക് എന്താ നോക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശ്രുതി വന്ന് വാതിലൊക്കെ തുറക്കുന്നുണ്ട്. പക്ഷേ അമ്മായി ആണെങ്കിൽ ഉറങ്ങുകയാണ്. അപ്പോൾ ശ്രുതിയുടെ വിചാരം എന്തായാലും അശ്വിൻ അങ്ങോട്ട് പോരുത്, അമ്മായിയുടെ അടുത്തേക്ക് പോരുത്. കാരണം അമ്മായിക്ക് ഒന്നുമില്ല, അവൾ വെറുതെ കള്ളത്തരം പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അമ്മായിക്ക് ഒന്നുമില്ല. അപ്പോൾ അവൾക്ക് ആണെങ്കിൽ ആകെ പേടിയാവുക. എന്തായാലും അശ്വിൻ വന്നിട്ട് ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് പറയുന്നത്, നീ ഇല്ല അതെനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീ എൻ്റെ ഹൃദയത്തെ തൊട്ട് നോക്കുക പറയുന്നുണ്ട്. അപ്പോൾ അവൾ ഹൃദയം തൊട്ടുമ്പോൾ നീ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഹൃദയം കൂടുതൽ മിടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വല്ലാതെ ഇത് വിഷമം തോന്നുന്നത്. എന്തായാലും അവർ രണ്ടാളും നല്ല ഇഷ്ടത്തിലാവാണ്. ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മൾ കണ്ടറിയാം അവർ രണ്ടാളും ഇനി കൂടുതൽ ഇഷ്ടമാവുമോ അതോ അകലോ എന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം. ഇതുപോലുള്ള ഏതോ ജന്മകൽപ്പനയിലെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിലെത്താൻ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.